ഈ വീഡിയോയിൽ നമ്മൾ ഇസ്രായേലിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഈ ഒരാഴ്ച അതികഠിനമായ രീതിയിലുള്ള ആക്രമണമാണ് ഗാസയ്ക്കുള്ളിൽ നടത്തുന്നത്. ഖാൻ യൂണിസിലൊക്കെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല ഇൻസിഡന്റുകളിലും ഇവർ ഈ മൊബൈലിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇവർ ഏതൊക്കെയോ രീതിയിൽ ഇവർ കുറച്ച് ആൾക്കാർ ഈ ഒരു ഇസ്രായേൽ ഇവരെ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇവർ എടുത്തിട്ട് ഇവർ റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് പുറത്തുവിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അൽ ജസീറ ആണെങ്കിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് ഒരു പ്രൊപ്പഗൻഡ സൃഷ്ടിച്ചുകൊണ്ട് വീഡിയോ പുറത്തു വിടാം എന്നുള്ള നിലയിൽ ഇസ്രായേലിനെതിരെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ഏർപ്പാടാണ് അൽ ജസീറയെ കാണിക്കുന്നത്. അൽ ജസീറ പാലസ്തീനിയൻ ടെറിട്ടറിക്കുള്ളിൽ നിരോധിക്കപ്പെട്ടു എന്നതിന്റെ അർത്ഥം ഗ്ലോബലി നിരോധിക്കപ്പെട്ടു എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് പാലസ്തീൻ ടെറിട്ടറിക്കുള്ളിൽ അവർക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്താണ് കാണിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ ഒരു പാലസ്തീനിയൻ ടെറിട്ടറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഈ വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ മാത്രം അടങ്ങുന്ന ഒരു കേസ് കെട്ടാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. അത് ജസ്റ്റ് ഒരു നെയിം മാത്രമാണ്, നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പേര് മാത്രമാണ്. അല്ലാതെ അൽ ജസീറ അവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. യുണൈറ്റഡ് നേഷൻസിലെ ജോലി ചെയ്യുന്ന പല അംഗങ്ങളും ഇവർക്ക് മെസ്സേജുകളും ഇവർക്ക് ഫൂട്ടേജുകളെല്ലാം കൈമാറുന്ന ഒരു അവസ്ഥയിലാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇസ്രായേൽ അവിടെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് ഈ ഒരു ആഴ്ചകളിൽ നടത്തുന്നത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ ഒരു മാപ്പ് നോക്കിക്കോ. ഈ മാപ്പിൽ നിങ്ങൾ നോക്കൂ. ഇത് നമ്മൾ പലതവണ കണ്ട മാപ്പ് തന്നെയാണ്. ഇപ്പൊ ഞാനിതാ കാണിക്കുന്ന ആ മാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കൂ. ഇതിൽ എത്ര രാജ്യങ്ങളാണ് ഇതിൽ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. ഈ രാജ്യങ്ങളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് സൗദി ആയിക്കോട്ടെ, ജോർദാൻ ആയിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, ഇപ്പുറത്ത് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഈജിപ്റ്റ് ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഇസ്രായേലിനെ നോക്കൂ. എത്ര ചെറിയൊരു രാജ്യമാണ്. അതായത് വൺ ആൻഡ് ഓൺലി ജൂയിഷ് സ്റ്റേറ്റ്. ജൂയിഷുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 10 അത് 2 വട്ടം 10% വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ ഒരു ചെറിയ രാജ്യമാണ് ഈ ഇസ്രായേൽ. പക്ഷേ അതിന്റെ ഒരു റെസിലിയന്റ് പവർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് വളരെ വളരെ വലുതാണ്. ഇവർ ഇത്രയും പേരും കൂടി ചേർന്ന് ഏത് രീതിയിൽ മലക്കം മറിഞ്ഞ് അവിടെ പോയി നിന്നാലും ഇസ്രായേലിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അത് ഇസ്രായേൽ ഓരോ ദിവസം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ ഇസ്രായേൽ സിറിയക്കുള്ളിൽ ഡമസ്കസിൽ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. 55th എയർ ഡിഫൻസ് ബറ്റാലിയൻ സ്റ്റേഷൻ ഇതാണ് ആക്രമണം ചെയ്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡമസ്കസിൽ നിന്നും കുറച്ച് നീങ്ങിയാണ്. സുബർബ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്ത് മൗണ്ട് അൽ മന എന്ന് പറഞ്ഞ ഒരു സ്ഥലം, അതിന്റെ അടുത്തായിട്ട് വരുന്ന അൽ ഖിസ്വ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ബേസ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ബറ്റാലിയൻ സ്റ്റേഷനാണ് അടിച്ച് പൊളിച്ച് കളഞ്ഞിരിക്കുന്നത്. ഇത് ഏരിയൽ അറ്റാക്ക് ആണ്, എയർ സ്ട്രൈക്ക് ആണ്. വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ഇത്ര ഒരു രൂക്ഷമായ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്? അത് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ച് ചെയ്തത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഒരു മാപ്പ് നോക്കൂ. ഈ മാപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ സൗത്ത് സൈഡ് അഥവാ ഗാസയുടെ നോർത്ത് ഭാഗം അത് അങ്ങനെ തന്നെയാണ്. ബോർഡർ വരുന്നതുകൊണ്ട് ആ രീതിയിലാണ് പറയുന്നത്. അതായത് ഗാസയ്ക്കുള്ളിൽ നിന്നും നോർത്തേൺ ഗാസ, ആ നോർത്തേൺ ഗാസ അതിന്റെ ഒരു ബോർഡർ ഒക്കെ ടച്ച് ചെയ്യുന്നത് ഇസ്രായേലിന്റെ സൗത്ത് ഭാഗത്താണ്. അപ്പൊ ഇവിടെ കുറച്ച് സിറ്റികൾ വരുന്നുണ്ട്. ആ സിറ്റികൾ എന്ന് പറഞ്ഞാൽ നിരന്തരം അവർക്ക് ഭീഷണിയാണ്. അവിടെ നിന്ന് മാറിപ്പോയ ആൾക്കാർ ഇതുവരെ തിരിച്ചുകൊണ്ട് താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അത് നമ്പർ 1. ഇസ്രായേലിന്റെ ഉള്ളിൽ അതൊരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ യുവമാർ ഈ ബന്ദികളെ പിടിച്ചു വെച്ചുകൊണ്ട് നടത്തുന്ന നാടകം, ഇതുവരെ ബന്ദികളെ ചൊല്ലിയുള്ള ഒരു വിഷയം ഒരു രീതിയിലും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു കാരണം ആന്റണി ബ്ലിങ്കൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഉള്ളിൽ എപ്പോഴൊക്കെ ഈ ബന്ദികളെ ചൊല്ലിയുള്ള പ്രഷർ കൂടുന്നുണ്ടോ ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു ഹമാസ് പുറകോട്ട് വലിയുന്ന ഒരു ഏർപ്പാടാണ് നടത്തുന്നത്. മനസ്സിലായോ? അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ പ്രഷർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ദികളെ ചൊല്ലിയുള്ള പ്രഷർ ഇസ്രായേലിന്റെ ഉള്ളിൽ കൂടി വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യുവമാർ പെട്ടെന്ന് ബാക്ക് അടിച്ചിട്ട് യുവമാർ എന്ത് ചെയ്യും? യുവമാർ റിലീസ് ചെയ്യത്തില്ല. യുവമാർ ഈ ഉരുണ്ടുകളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ നെതന്യാഹു പറഞ്ഞത് നിങ്ങൾ ദോഹയിൽ തന്നെ അങ്ങ് സ്റ്റേ ചെയ്തിട്ട് അവർക്ക് എപ്പോഴാണ് സൗകര്യം ആ രീതിയിൽ നമ്മൾ അവൈലബിൾ ആയിട്ടിരിക്കാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ഒരുക്കം വേണ്ട. അപ്പൊ അതിനുവേണ്ടി ഒരു ടീമിനെ റെഡിയാക്കി ദോഹയിൽ തന്നെ സ്റ്റേ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ എന്തായാലും മൊസാദിന്റെ ചീഫ് ഖത്തറിലോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡീലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ഈ ബന്ദികളെ ചൊല്ലിയുള്ള ഒരു ചർച്ച നടത്താനാണ് പോകുന്നത്. പക്ഷേ ഒരു കാര്യം ഇവന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ബന്ദികളെ എത്രത്തോളം ഇവന്മാരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നോ ആ രീതിയിലുള്ള കഠിനമായ ആക്രമണം ഗാസയിൽ തുടരും. അതിൽ യാതൊരു മാറ്റവുമില്ല. ഈ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ മറ്റുള്ള ഒരു രാജ്യങ്ങളോടും ചെയ്യുന്ന ഒരു യുദ്ധമുറയല്ല ഗാസയിൽ ചെയ്യുന്നത്. കുറച്ചെങ്കിലും കൺസേണോട് കൂടിയാണ് അവിടെ അറ്റാക്ക് നടത്തുന്നത്. വളരെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ 20 ലക്ഷം ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അതില് ഈ ഒരു യുദ്ധത്തില് നിശ്ചിത തോതിലുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 6% പോപ്പുലേഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. എന്താ അതൊരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷെ എന്നാലും അവിടെ ആൾക്കാരുണ്ടല്ലോ. 6% കഴിഞ്ഞാലും ബാക്കി അവിടെ ആൾക്കാരുണ്ട്. അപ്പം
ആ രീതിയിലുള്ള പോപ്പുലേഷൻ അവിടെ ഉണ്ട്. പക്ഷെ ഈ പോപ്പുലേഷനിൽ 3/4 ഭാഗവും തീവ്രവാദികളാണെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം യുവമാർക്ക് ഇത്രത്തോളം തീവ്ര നിലപാട്, മനസ്സിൽ ഫണ്ടമെന്റലിസം തലച്ചോറിൽ കയറി കിടക്കുന്ന ആൾക്കാരായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഞാനിതാ കാണിക്കുന്ന ഈ മാപ്പിൽ നിങ്ങൾ നോക്കിക്കോ, ഇതില് സെദ്രാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം, ഈ സെദ്രാത്ത് എന്ന് പറഞ്ഞത് ഈ ഒരു കോർണറിൽ ഇരിക്കുന്ന ഈ ഒരു ലൊക്കേഷനാണ് സെദ്രാത്ത് എന്ന് പറയുന്നത്. ഈ സെദ്രാത്താണ് കഴിഞ്ഞ തവണ യുവമാർ പൊട്ടിച്ച് കയറി വന്ന് ഈ ഒക്ടോബർ 7 ഗേറ്റ് പൊളിച്ചു വന്ന് കടന്നു കയറി അവിടുത്തെ പോലീസ് സ്റ്റേഷനൊക്കെ യുവമാർ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള സ്ഥലമാണ്. എപ്പോഴും ഇവന്മാർ ഈ ഗാസയുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സിറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് ഗാസയുടെ തൊട്ടടുത്തിരിപ്പുണ്ടേ ആ ഒരു സിറ്റി തന്നെ നെറ്റീവ് ഹസറ എന്ന് പറഞ്ഞ സ്ഥലവും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. ഏതാണ്ട് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഈ ഗാസയിലോട്ട്. അതൊക്കെ ഇസ്രായേലിന്റെ ഉള്ളില് സൗത്ത് സൈഡില് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹമാസ് തീവ്രവാദികളുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ആ ഒരു റെസിഡൻഷ്യൽ ഏരിയാസ് ആണ് അതൊക്കെ. അതിൽ തൊട്ടിപ്പുറത്ത് നിങ്ങൾ നോക്കൂ ബൈത്ത് ഹാനൂൻ. ഈ ബൈത്ത് ഹാനൂൻ എന്ന് പറഞ്ഞ ആ ഒരു റെസിഡൻഷ്യൽ ഏരിയ അവിടെ വരുന്നുണ്ട്. ഈ ബൈത്ത് ഹാനൂനൊക്കെ യുവമാരുടെ ടാർഗറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളാണ്. വളരെ ഈസി ആയിട്ട് യുവമാർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഒരു നിമിഷം, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഉറങ്ങിയാൽ മതി, തീർന്ന്. IDF ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. യുവമാർ എപ്പോൾ പോയി അതിനേക്ക് അടിച്ച് തൂത്ത് പറക്കി കളഞ്ഞെന്ന് കേട്ടാൽ മതി. അമ്മാതിരിയുള്ള വൈരാഗ്യവും ഇതുപോലെ ജൂത വിരോധവും കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് ആ ഗാസയിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഗാസ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഈ ഇസ്രായേലിന് ഒരു തൊല്ലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗാസ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ സ്ട്രിപ്പ്. അതിന്റെ ആ സിദ്രത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്ത് തന്നെ എർസ് എന്ന് പറഞ്ഞ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. തൊട്ട് താഴെ ഫറാസ എന്ന് പറഞ്ഞ ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം വളരെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലാണ് നിൽക്കുന്നത് ആ ഒരു ഗാസയുടെ ആ ഒരു ബോർഡറിന്റെ അടുത്ത്. ഗാസയുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിൾ ടൈം ഫെൻസ്ഡ് ആണ്. ആ രീതിയിലാണ് അതിന്റെ സെക്യൂരിറ്റി ഉള്ളത്. പക്ഷെ എന്നിരുന്നാലും ഡേഞ്ചർ ആണ്. ഈ ഡേഞ്ചർ എങ്ങനെയാണെന്ന് അതുപോലെ തന്നെയാണ് നെഹ്ലോസ് ഒക്കെ നിരന്തരം യുവമാരുടെ ഈ റോക്കറ്റ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ പറഞ്ഞതൊക്കെ ഈ ഗാസ സ്ട്രിപ്പിൽ കിടക്കുന്ന സദൻ ഇസ്രായേലിന്റെ ഭാഗത്തിരിക്കുന്ന എപ്പോഴും ഈ ഹമാസ് തീവ്രവാദികളുടെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സെറ്റിൽമെന്റ് ഏരിയകളാണ്. ഈ സെറ്റിൽമെന്റ് ഏരിയകൾ നിരന്തരം യുവമാരുടെ നിരീക്ഷണത്തിലാണ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒരു റോക്കറ്റ് പൊട്ടിക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കാം എന്നുള്ള നിലയിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ ഹമാസ് തീവ്രവാദികൾ. യുവമാര് ഈ തലച്ചോറിലാണല്ലോ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരാണ് എന്താണ് പ്രീ ഹിസ്റ്ററി ഉള്ള ആൾക്കാരെ മാത്രമേ പെട്ടെന്ന് തന്നെ IDF സെഗ്രിഗേറ്റ് ചെയ്ത് അവരെ എടുത്ത് കളയാൻ പറ്റൂ. ഈ പ്രീ ഹിസ്റ്ററി ഇല്ലാതെ പതുങ്ങിയിരിക്കുന്ന കുറെ തീവ്രവാദികളുണ്ട്. യുവമാരെയൊക്കെ കണ്ടെത്താൻ ഭയങ്കര പാടാണ്. യുവമാരെ അനിയനാണ്, ചേട്ടനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവമാരിങ്ങനെ പതുങ്ങിയിരിക്കും. പക്ഷെ യുവമാരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നല്ല രീതിയിലുള്ള കല്ലേറുകളൊക്കെ ഇപ്പൊ ഈ ഇടയായിട്ട് നടക്കുന്നുണ്ട് ഗാസയ്ക്കുള്ളിൽ. അത് പോരാഞ്ഞിട്ട് ഇന്ന് നോർത്തേൺ ഗാസ ഭാഗത്ത് നല്ല രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹമാസിന്റെ മൊത്തം റെസിഡൻഷ്യൽ ഏരിയ അടിച്ച് പൊളിച്ച് അങ്ങ് കളഞ്ഞിരിക്കുകയാണ്. ഞാൻ കാണിക്കുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു റിയൽ ടൈം ഫൂട്ടേജ് ആണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ അടിച്ച് തവിട് പൊടിയാക്കി കളഞ്ഞിരിക്കുന്നതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ യുവമാർക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു എലിവേറ്റഡ് കൺസ്ട്രക്ഷൻസും പാടില്ല എന്നുള്ളതാണ് ഇസ്രായേൽ ആ റിപ്പോർട്ടിൽ പറയുന്നത്. എലിവേറ്റഡ് കൺസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ യുവമാർ അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ എവിടെ ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് യുവമാർ ബൈനാക്കുലർ വെച്ച് നോക്കുന്ന ഒരു അവസ്ഥയാണ്. ആ രീതിയിൽ നോക്കിയിട്ടാണ് വളരെ പ്രിസൈസ് ആയിട്ട് യുവമാർ റോക്കറ്റ് വിടാനുള്ള ഒരു മാർഗം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു വഴി ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആ രീതിയിലാണ് ഈ ഹമാസിന്റെ ഒരു ശല്യം ഇസ്രായേലിന് മാറിത്തീർന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ അതിരൂക്ഷമായ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത്. ഇനിയിപ്പോ എന്നെ തണുപ്പത്ത് നിർത്തി, എന്നെ അവിടെ വിറങ്ങലിച്ച് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിന്റെ തലയിൽ എഴുതിയിട്ടുണ്ട് നീ ടെന്റിനുള്ളിൽ താമസിക്കേണ്ട ആളാണെന്നുള്ളത്. അപ്പൊ നിനക്ക് നല്ല രീതിയിലുള്ള അടച്ചുറപ്പുള്ള വീട് നിനക്ക് വിധിച്ചിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നീ ടെന്റിനുള്ളിൽ തണുത്ത് വിറച്ച് കിടക്കേണ്ട അവസ്ഥ നീ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നീ മര്യാദയ്ക്ക് ഒക്ടോബർ 7 നിന്റെ കൈയും കാലൊക്കെ പൂട്ടി വെച്ചുകൊണ്ട് അടങ്ങി വീട്ടിനുള്ളിൽ ഇരുന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പൊ ഇന്ന് വന്നിട്ട് പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് എന്റെ കുഞ്ഞുങ്ങൾ മരിക്കുന്നു, എനിക്ക് തണുപ്പാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇത് യുദ്ധഭൂമിയാണ്. നിങ്ങൾ ആ ബന്ദികളെ ഒന്ന് കൈമാറും. നിങ്ങളുടെ നേതാക്കളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ലീഡേഴ്സ് ഉണ്ടല്ലോ, പോരാളികൾ, ഈ നിങ്ങളെ 24 മണിക്കൂറും പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു ഹമാസ് പോരാളികൾ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ ആ ബന്ദികളെ വിട്ടയച്ചിട്ട് ഈ ഒരു യുദ്ധം അവസാനിക്കൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ നിങ്ങളുടെ പൊടി പോലെ അവിടെ വെച്ചേക്കില്ല. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്നതാ ഇസ്രായേൽ ഗട്സ്, അതായത് ഇന്ന് ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ ഗട്സ് പറഞ്ഞിരിക്കുകയാണ്, ലബനാൻ മറക്കരുത്, ലിറ്റാനി റിവറിന്റെ പുറകിൽ പോവുക എന്നുള്ളതാണ് നിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം. നീ പോയില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ വീണ്ടും അറ്റാക്ക് ചെയ്യും. ലബനാനെ തൊലച്ച് മുച്ചൂട് മുടിച്ചു കൊടുത്തത് ഇതേ ഇസ്രായേൽ ഗട്സ് ആണ്. ഇതിനു മുമ്പിരുന്ന ഡിഫൻസ് മിനിസ്റ്റർ യോവ് ഗാലനെ കൊണ്ട് അത് സാധിച്ചില്ല. പക്ഷെ ഇസ്രായേൽ ഗട്സ് വന്നതിന് ശേഷമാണ് ലബനാൻ ശരിക്കും ഒരു പാഠം പഠിച്ചത്. അപ്പൊ അത് വീണ്ടും ഞാനൊരു അറ്റാക്ക് തുടരും എന്നുള്ള രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഇസ്രായേൽ ഗട്സ് കൊടുത്തിരിക്കുന്നതെന്ന്. ഇന്നലെ അവന്മാര് US നിന്ന് ആളിനെയൊക്കെ വിളിച്ചു വരുത്തി ഭയങ്കര പരാതിയായിരുന്നു. ആ പരാതിക്കുള്ള മറുപടിയാണ് ഇസ്രായേൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ 30 ദിവസം കൂടെ, അതായത് 90 ദിവസമായിട്ട് ഞങ്ങൾ സീസ് ഫയർ ഡീൽ നീട്ടുകയാണ്. 90 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലബനാന്റെ ഭാഗത്ത് നിന്ന് പോകുന്നുള്ളൂ. അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങളെ ഒരു മൂലയിൽ ഒതുക്കി ഇരുത്തിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് ഇസ്രായേൽ ശപഥമെടുത്തിരിക്കുകയാണ് അവിടെ. നെതന്യാഹുവിനെ കുറിച്ച് ഒരു വണ്ടർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ് വെളിയിൽ വന്നിരിക്കുന്നത്. അതായത് ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയൊരു ഗ്രേറ്റസ്റ്റ് ലീഡറാണ് നെതന്യാഹു എന്ന് പറഞ്ഞിട്ടാണ് നെതന്യാഹുവിന്റെ മേളിൽ അഭിനന്ദനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
നെത്തന്യാഹുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇസ്രായേൽ കണ്ട ഏറ്റവും ഗ്രേറ്റസ്റ്റ് ലീഡറിൽ ഒരാളാണ് നെത്തന്യാഹു എന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എപ്പോഴും നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ബഹുമതി കുറച്ച് വൈകിയേ എപ്പോഴും കിട്ടാറുള്ളൂ എന്നുള്ള ഒരു വാക്കും കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഏത് രീതിയിലായാലും ബെഞ്ചമിൻ നെതന്യാഹു അതിനെ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. പുള്ളി ഇപ്പം ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അസുഖബാധിതനായിരുന്നു, ആശുപത്രിയിലായിരുന്നു, സർജറി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ബെഡ് റെസ്റ്റിലാണ്. അപ്പൊ അതുകൊണ്ട് കോർട്ട് കേസ് അങ്ങനെയൊന്നുമില്ല, പുള്ളി പൂർണ്ണ റെസ്റ്റിലാണ് ഇപ്പം. പക്ഷെ എന്നാലും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. റിപ്പോർട്ടിംഗ് കാര്യങ്ങളൊക്കെ, അതായത് ഓഫീസേഴ്സ് ഒക്കെ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, മിനിസ്റ്റേഴ്സ് ഒക്കെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ നെസറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന് പൂർണ്ണ റെസ്റ്റിലാണ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ എന്തിനാണ് ഇത്ര അഗ്രസീവായിട്ട് ഒരു അറ്റാക്ക് നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.